അവൻ്റെ മുറിവിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കണ്ടെത്തിയവനാണ് മാർത്തോമാ ശ്ലീഹ. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്നൊക്കെ ഈശോയുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു വലിയ അപ്പസ്തോലനായിരുന്നു മാർത്തോമാ ശ്ലീഹ. നോക്കിൻ, പുതുഞായർ നമ്മൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ ആഴം നോക്കിക്കൊണ്ട് അത്രത്തോളം സ്നേഹത്തിൻ്റെ ആഴം കണ്ടെത്തിയ, ശാഠ്യം പിടിച്ച മാർത്തോമാ ശ്ലീഹായെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, മുറിവുകൾ ഏറ്റെടുത്ത് സ്നേഹിക്കണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്നേഹം അവഗണിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ശാഠ്യമായിരുന്നു തോമാ ശ്ലീഹായുടേത്. മറ്റെല്ലാ ശിഷ്യന്മാർക്കും ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അനുഭവം ലഭിച്ചപ്പോൾ തോമാസ് മാത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വചനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാകുന്നുണ്ട്. ഭയമില്ലാത്ത ഒരു ശിഷ്യൻ. ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് കതകടച്ചിരിക്കുമ്പോൾ തോമാസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവൻ യാത്ര ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ കാണാനായിട്ട്, കൂട്ടത്തിൽ ക്രിസ്തുവിനെ കാണാനായിട്ട് അവന് സാധിച്ചില്ല. ചിലപ്പോഴൊക്കെ ഇത്തരം ശാഠ്യങ്ങൾ നല്ലതാണെന്ന് തോമാസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാർത്തോമാ ശ്ലീഹ ശാഠ്യം പിടിക്കുകയാണ്. എനിക്ക് അവനെ കാണണം, അവൻ്റെ മുറിവിൻ്റെ ആഴം കാണണം, ആ മുറിവിൻ്റെ ആഴത്തിൽ നിന്നും അവൻ്റെ സ്നേഹം മനസ്സിലാക്കിയെടുക്കണമെന്നുള്ള തോമാ ശ്ലീഹായുടെ വലിയ ശാഠ്യം. വചനം പറയുകയാണ്, 8 ദിവസങ്ങൾക്ക് ശേഷം. നോക്കിയേ, ഒരു 1, 2, 3 ദിവസങ്ങൾ, ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആ വിഷമവും സങ്കടവും ഒക്കെ മാറിയിട്ടുണ്ടാകും. ഓർമ്മകളൊക്കെ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നുണ്ടാകും. ഇവിടെ വചനം പറയുകയാണ്, 8 ദിവസങ്ങൾക്ക് ശേഷം ആ പറഞ്ഞ വാക്ക് ഉത്തിതൻ വീണ്ടും തോമാസ് ഉള്ളപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്, മുറിവുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട്. നോക്കിയേ, സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം കാണിച്ചു കൊടുക്കുന്ന മുറിവുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ജീവിതത്തിലെ മുറിവുകൾ ഏറ്റെടുത്ത് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സ്നേഹം സത്യസന്ധമാണ്. സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഈ പിറുപിറുക്കലുകളും സങ്കടങ്ങളും വേവലാതികൾക്കൊക്കെ കാരണം ഇത് തന്നെയാണ്. കൂടെയുള്ളവരുടെ സ്നേഹത്തിൻ്റെ മുറിവിൻ്റെ ആഴം പലപ്പോഴും കാണുന്നില്ല. ചിലപ്പോൾ കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് കുടുംബനാഥ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയുക. നോക്കിയേ, കുടുംബനാഥൻ്റെ ആ മുറിവിൻ്റെ ആഴം, സഹനത്തിൻ്റെ ആഴം കാണാൻ സാധിച്ചാൽ ഈ പിറുപിറുക്കലും അസ്വസ്ഥതകളൊക്കെ മാറും. നമുക്കും നമ്മുടെ കൂടെയുള്ളവരുടെ മുറിവുകളുടെ, നമുക്ക് വേണ്ടി ഏറ്റെടുത്ത മുറിവുകളുടെ സ്നേഹത്തിൻ്റെ ആഴം കാണാൻ പഠിക്കാൻ. സ്നേഹമുള്ളവരെ, അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ഈശോയുടെ മുറിവുകളിലേക്ക് ഈ പുതുഞായറിൽ നമുക്ക് കണ്ണുകൾ ഉയർത്താം. അത്രമാത്രം നമ്മെ സ്നേഹിച്ച ഈശോ, നോക്കിയേ, അത്രത്തോളം സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മെ വീണ്ടെടുത്ത ഈശോ കരുണയുടെ തിരുനാൾ കൂടി ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഈശോയുടെ ഉത്ഥാനം. അവൻ്റെ കാരുണ്യത്താൽ നമ്മളൊക്കെ വീണ്ടെടുക്കപ്പെടുകയാണ്. അവൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.